സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുഡിങ്ങാണ്. മാമ്പഴം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് വളരെ സർവ്വസാധാരണമായിട്ട് കിട്ടുന്നതാണ് മാമ്പഴം. അപ്പം അത് കാരണം കൊണ്ട് അതിനെ കൊണ്ട് പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുഡിങ്, ഹൽവ, അങ്ങനെ പലതും ഉണ്ടാക്കാം. അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഏറ്റവും ടേസ്റ്റി ഉള്ള ഒന്നാണ് മാമ്പഴ പുഡിങ്. ഈ മാമ്പഴ പുഡിങ് എന്താ വെച്ചാൽ ഇപ്പം 2 മാങ്ങ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് തൊലി കളഞ്ഞായിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇന്ന് മാങ്ങാ പുഡിങ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഗോഡ്വിൻ്റെ കാര്യം പറഞ്ഞത്. ഗോഡ്വിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഗോഡ്വിൻ നോക്കൂ, എനിക്ക് കത്തികൾ അയച്ചു തന്നിരുന്നു. ഗോഡ്വിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ സഹായിച്ചിരുന്ന കുട്ടിയാണ്. അവൻ PG ചെയ്യാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പോയി. അപ്പോൾ പഠിക്കണ കുട്ടിയാണ്. അവനുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ കത്തികൾ നോക്കൂ. 12 കത്തി, ഒരു സിസേഴ്സ് ഉണ്ട്, പിന്നെ വേറൊരു സാധനം ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ അൺബോക്സിങ് ചെയ്ത് ഞാൻ കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. ഈ സാൻഡ് ഇതൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ ഏതായാലും നല്ല കത്തി ഉപയോഗിച്ച് ഇന്ന് മാങ്ങ മുറിക്കാം. അത് വിചാരിച്ചിട്ടാണ് എൻ്റെ കത്തി ഞാൻ വിചാരിച്ചത്. എനിക്ക് കത്തി ഇല്ലായല്ല, നല്ല സ്റ്റീൽ കത്തി ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാണ് ഗോഡ്വിൻ കഴിച്ചതെന്ന കത്തി കിട്ടുക. അങ്ങനത്തെ 12 എണ്ണം പല ഡിഫറെൻറ്റ് വലിപ്പത്തിലുള്ളതാണ് ഉള്ളത്. ഇത്ര അധികം എന്തിനാ അയച്ചതെന്ന് അറിയില്ല. ഒരാവശ്യമില്ല. പഠിക്കണ കുട്ടിയാണ്. അവൻ വല്ലതും തരേണ്ട ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്ന കത്തി ഇതാണ്. ഇത് കണ്ട് കഷ്ടം തോന്നിയിട്ടാവും വേണമെങ്കിൽ. പക്ഷേ ഈ കത്തി ഭയങ്കര ഗുണമാണ്. ഇതിന് നല്ല മൂർച്ചയുണ്ട്, നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. സ്റ്റീൽ കത്തി എൻ്റെ കയ്യിലും ഉണ്ട്, പക്ഷെ ഞാനത് യൂസ് ചെയ്യാത്തത് എന്താ കാരണം വെച്ചെങ്കിൽ ഇതിൻ്റെ പോലെ സൗകര്യം ഇല്ല. അതാണ് കാരണം. നോക്കൂ, ഇനിയിപ്പോൾ ഇതൊന്നും ഞാൻ നോക്കട്ടെ തെളിയത്താ കേട്ടോ. ഇത് ഗോഡ്വിൻ അയച്ചു തന്ന കത്തി. നല്ല കത്തി കേട്ടോ ഗോഡ്വിൻ. താങ്ക് യു വെരി മച്ച്. ഇതിനെ പറഞ്ഞ ഇവിടെ ഇരിക്കുക കേട്ടോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കത്തിയാണ്. ഇത്ര മാങ്ങയാണ് മുറുക്കി കിട്ടിയത് കേട്ടോ. അരിഞ്ഞ് കിട്ടിയത് ഇത്ര മാങ്ങ. ആ മാങ്ങ നമുക്ക് അസലായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കണം. അത്ര പാല് ചേർക്കണം കേട്ടോ. കോൺഫ്ലവർ 4 ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് 4-5 ടീസ്പൂൺ എടുത്ത് നമുക്ക് കലക്കി വെക്കണം. കോൺഫ്ലവർ കലക്കി വെക്കണം. ടേബിൾ സ്പൂണാണ് കേട്ടോ, ചെറിയ ടീസ്പൂണല്ല. അത് ഇതാ പാലിൽ കലക്കി വെച്ചു. പാലിൽ കലക്കി വെച്ചു. മാങ്ങയുള്ളവർക്കൊക്കെ കുറേ മാങ്ങ എടുത്ത് ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി വെക്കാം. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. ഷുഗർ പേഷ്യൻസിന് നല്ലതല്ല കേട്ടോ, അത് ഞാൻ പറയാം. ഷുഗർ പേഷ്യൻസ് ഒന്നും കഴിക്കണ്ട, പുഡിങ്ങൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്കൊക്കെ വളരെ നല്ലത്. ഇനി ഇവിടെ കൈ ഇരിക്കട്ടെ കേട്ടോ. എൻ്റെ കൈ മുറിയും. കത്തിയുടെ മുറിച്ച കാരണം എൻ്റെ കൈ ഉണ്ട്. എൻ്റെ കത്തിയല്ല, അത് കാരണം മറ്റേ കത്തിയോട് മുറിച്ച്, ഗോഡ്വിൻ്റെ കത്തിയോട് മുറിച്ച് എൻ്റെ കൈ. ഏതായാലും സാരി. ഇനി എൻ്റെ മാങ്ങ ഞാൻ അരച്ചു നോക്കട്ടെ കേട്ടോ. മിക്സിയിൽ അരക്കട്ടെ. നല്ല പോലെ അരക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിടാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ടു. നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മിനിറ്റ് ഒഴിവ് പാടില്ല. എപ്പോഴും ഇളക്കണം കേട്ടോ. എത്രയും സ്പീഡിൽ ഇളക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കാം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പുഡിങ് ഉണ്ടാക്കുമ്പോൾ അതാണ്. ഇതിൽ കട്ടും കരിയൊന്നും പാടില്ല. വളരെ ഇതായിട്ട് ചൂടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ ഇപ്പോൾ ഒന്നും മാങ്ങയും പാലും കൂടെ നല്ല പോലെ ചൂടായി. ഇനി എന്താ നമുക്ക് ചെയ്തത് വെച്ചാൽ കോൺഫ്ലവർ ഇടണം. കോൺഫ്ലവർ ഇടുമ്പോൾ വളരെ കെയർഫുൾ ആവണം. എപ്പോഴും ഇളക്കിയിട്ടേ കോൺഫ്ലവർ ഇടാൻ പാടുള്ളൂ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കുറേശ്ശായിട്ട് കോൺഫ്ലവർ ചേർക്കണം. കുറേശ്ശായിട്ട്. ഇനി ഇതിൽ പഞ്ചസാരയും ഇടും. പഞ്ചസാര ഒരു 4 ടീസ്പൂണോ 5 ടീസ്പൂൺ ഇട്ടോളൂ. അതിൽ കൂടുതൽ ഇടണ്ട കേട്ടോ. മധുരം അനുസരിച്ച് ഇട്ടാൽ മതി. 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടും ഇളക്കണം. നല്ല പോലെ ഇളക്കണം. 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും.
ഹൈ സ്പീഡിൽ എത്ര സ്പീഡിൽ ഇളക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ഇളക്കാം കേട്ടോ. കുറച്ച് ഇതിലാണ് പുഡിങ് ഇടാൻ പോണത്. ഈ പാത്രം നെയ്യ് പറ്റി വെക്കുക കേട്ടോ. ഇതിൽ നെയ്യ് പറ്റി വെക്കുക. ഒരു നുള്ളു ഉപ്പ് കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ടാണ്. ഒരു നുള്ളു ഉപ്പിട്ട് കേട്ടോ. അപ്പം അത് സോഫ്റ്റായി. ഒരു നുള്ളു ഉപ്പിട്ട് വീണ്ടും ഇളക്കാം. ട്രേ ഒന്നും ഇല്ല, ഞാൻ ഈ പാത്രത്തിലാണ് ഇടുന്നത്. ഈ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുഡിങ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുഡിങ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഒരു എസൻസോ ഒന്നും ചേർത്തിട്ടില്ല പുഡിങ്ങിൽ. വെറും പ്യുവറായിട്ടുള്ള സാധനമാണ്. ഇത് കുട്ടികൾക്കല്ല വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഇത് വേറെ ഒന്നും ആവശ്യമില്ല. വേറെ കൊണ്ട് സിമ്മിലിട്ട് ഇളക്കണം കേട്ടോ. നല്ല പോലെ ഇളക്കണം. ഇളക്കി 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 അത് നല്ല കുറുകുറുന്നനെ വരണം. അപ്പോഴാണ് നമ്മളതിനെ ഒരു നെയ്യ് പറ്റിയിട്ടുള്ള അതേ പാത്രം പാത്രത്തിലേക്ക് ഒഴിക്കും. എൻ്റെ ട്രേ ഇല്ല, പുഡിങ് ട്രേ. അത് കാരണം കൊണ്ട് ഞാൻ കുഴപ്പമില്ല. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചൂടാറിയതിന് ശേഷം എന്തെങ്കിലും പേപ്പർ കൊണ്ട് ക്ലീനോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം വേണം. അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള അടപ്പുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ ട്രേയുടെ കവറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കവർ നല്ല കവറിട്ട് നല്ലോണം മൂടി ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം ചൂടാറിയതിന് ശേഷം കേട്ടോ. ഇരുന്ന് ചൂടാറട്ടെ. ഡിമോൾഡ് ചെയ്തു കേട്ടോ പുഡിങ്. കേട്ടോ നല്ല രസമായിട്ടില്ലേ? നോക്കൂ, വളരെ നന്നായിട്ടുണ്ട്. ഇനി അതിനെ മുറിച്ച് ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കും. നല്ല സ്വാദ്, ഭയങ്കര ടേസ്റ്റ്, വളരെ നല്ലത്. നമ്മൾ വീട്ടിലുള്ളവരും അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചായാലും പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കും. സമ്മർ വെക്കേഷനാണ്, വലിയവർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർ കഴിക്കണ്ട കേട്ടോ. ഞാൻ ഇത്തിരി കഴിച്ചോട്ടെ.